നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ലൈവുകൾക്ക് ശേഷം ഇന്നലെ ഒരു പെന്തക്കോസ്റ്റ് ലീഡറുമായിട്ട് എനിക്കൊരു സംസാരമുണ്ടായി. യാദൃശ്ചികമായിട്ടായിരുന്നെങ്കിലും വിഷയം നമ്മൾ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും വന്നു. ഇറ്റ് വാസ് എ കൈൻഡ് ഓഫ് ഹീറ്റഡ് ആർഗ്യുമെന്റ്. അപ്പം അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം നടന്ന ലിനു പാസ്റ്റർ നടത്തിയ ആ ചർച്ചയുടെ ബേസിലാണ് അദ്ദേഹം സംസാരിച്ചത്. അപ്പം അദ്ദേഹം പറയുന്നത്, ആ ചർച്ച കണ്ടിട്ടുള്ളവർക്കറിയാം, അതിൽ പെന്തക്കോസ്റ്റിൻ്റെ വക്താക്കളായി സംസാരിച്ച പ്രത്യേകിച്ച് അഡ്വക്കേറ്റ് അഭിലാഷ്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ തിയോളജി പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ അങ്ങനെ കേൾക്കുന്നത്. ഇത്ര നാൾ കേട്ടുകൊണ്ടിരുന്ന പെർഫെക്റ്റ് തിയോളജി ഞങ്ങളുടേതാണ് എന്ന് പെന്തക്കോസ്റ്റുകാർ പറയുന്നതായിട്ടാണ് കേട്ടത്. ആദ്യമായിട്ടാണ് ഒരു കൺഫെഷൻ അങ്ങനെ കേൾക്കുന്നത്. ആ കൺഫെഷൻ ഒരു പൊതുവായ കൺഫെഷനാണ്, ഓക്കെ. പക്ഷേ ബാക്കിയുള്ള ക്രിസ്തീയ വിഭാഗങ്ങളുടെ എല്ലാ ഉപദേശവും പ്രാക്ടീസും തെറ്റ് 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 എന്ന് പറഞ്ഞ് പെന്തക്കോസ്ത് വിശ്വാസം പൂർണ്ണ അർത്ഥത്തിൽ തികഞ്ഞ ശരിയാണെന്നും അവകാശപ്പെട്ടുകൊണ്ടിരുന്നിടത്ത് നിന്ന് അത്രത്തോളം മാറ്റം വന്നത് സ്വാഗതാർഹമാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞു, ഇത് ഇന്നലെ എന്നോട് സംസാരിച്ച ആൾ പറഞ്ഞത്, ഞങ്ങൾ പുത്രനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ എന്നത് വെർബലി ശരിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുമ്പം അത് മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ യേശുവിൻ്റെ ആരാധന എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ആ പിതാവും പരിശുദ്ധാത്മാവും ഉണ്ട്. നല്ലൊരു ആർഗ്യുമെൻ്റാണ്. ഞാൻ പറഞ്ഞ കാര്യം, ഞാനൊരു പെന്തക്കോസ്റ്റിലെ വ്യക്തിയെയോ അവരുടെ ഉപദേശത്തെയോ ഒന്നും തുച്ഛീകരിക്കുന്നില്ല. ലോകത്തിലെ ക്രിസ്തീയ വിഭാഗങ്ങളിൽ പലതരത്തിൽ പിതാവിനെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗമുണ്ട്. പിതാവിനെ മാത്രം. ആ വിഭാഗമാണ് യൂണിറ്റേറിയൻസ്. ആ യൂണിറ്റേറിയൻസ് എന്ന് പറയുന്ന വിഭാഗത്തിലെ ഒരു പ്രമുഖ ഗ്രൂപ്പാണ് യഹോവ സാക്ഷികൾ. ആ യൂണിറ്റേറിയൻസ് എന്ന അംബ്രലയുടെ അടിയിൽ പല ഗ്രൂപ്പുകളുണ്ട്. നെക്സ്റ്റ് അംബ്രലയാണ് വണ്ണസ് അംബ്രല. വണ്ണസ് എന്ന അംബ്രലയുടെ കീഴിലുള്ള ഒരു ഗ്രൂപ്പാണ് യേശുനാമക്കാർ. മറ്റൊരു അംബ്രല ഉണ്ട്, സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റിനെ മാത്രം ആരാധിക്കുന്ന ആളുകളുണ്ട്. ദൈവം ആത്മാവാകുന്നു എന്നതാണ് വാദം. ആ അംബ്രലയുടെ കീഴിലും ഗ്രൂപ്പുകളുണ്ട്. കൊറിയയിലൊക്കെയുള്ള ധാരാളം ഗ്രൂപ്പുകൾ അങ്ങനെയുണ്ട്. ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലുണ്ട്. നമ്മുടെ കേരളത്തിൽ അതത്ര പ്രബലപ്പെട്ടിട്ടില്ല. നെക്സ്റ്റ് വരാനുള്ള സാധ്യതയുള്ളൊരു ഗ്രൂപ്പാണ്, ഞാൻ മുൻകൂട്ടി പറയുകയാണ്. ഹായ്, താങ്ക് യു ഫ്രണ്ട്സ്. പ്രിൻസ് ജോസഫ്, ടീന ബെഞ്ചമിൻ, ടിനോ മണിമലേത്ത്, റോബിൻ ജൂലിയസ്, എലിസബത്ത് സാം, സുനിൽ കോശി മാത്യൂസ്, സജിമോൻ തങ്കച്ചൻ, ഷെബില്ലാൽ തങ്കച്ചൻ, പോളി ജോർജ്, റെജി ആറ്റുപുറത്ത്, ജിബി തോമസ്, താങ്ക് യു. അപ്പം ഇതിനകത്ത് ട്രിനിറ്റി അംബ്രല ഉണ്ട്. ട്രിനിറ്റി. അപ്പം 4 ഗ്രൂപ്പാണ്. അതായത് പിതാവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്, പുത്രനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്, പരിശുദ്ധാത്മാവിനെ മാത്രം ആരാധിക്കുന്നവരുണ്ട്. എന്നാൽ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്കും സ്തുതി എന്ന് ട്രിനിറ്റിയുടെ അന്തസ്സത്ത് ഉൾക്കൊണ്ട് ട്രിനിറ്റേറിയൻ വർഷിപ്പ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. ഇങ്ങനെ 4 വിഭാഗങ്ങളാണ്. അപ്പം ട്രിനിറ്റേറിയൻ വർഷിപ്പ് ചെയ്യുന്ന, ട്രിനിറ്റിയുടെ അന്തസത്തെ ഉൾക്കൊള്ളുന്ന ആ ട്രിനിറ്റേറിയൻ ഗ്രൂപ്പാണ് ട്രിനിറ്റേറിയൻസ് എന്ന് അവകാശപ്പെടുന്നതാണ് ട്രിനിറ്റേറിയൻസ്. എന്നാൽ തങ്ങൾ ട്രിനിറ്റേറിയൻസ് അല്ലാതിരിക്കെ തങ്ങൾ ട്രിനിറ്റേറിയൻസ് ആണ് എന്ന് വ്യാജമായ അവകാശവാദം ഉന്നയിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ട്രിനിറ്റേറിയൻസ് അല്ല, അല്ലാതെ നിങ്ങൾ നല്ല ആളുകളല്ലെന്നോ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളൊക്കെ വളരെ നല്ല ആളുകളാണ്. അപ്പോൾ ആ അവകാശവാദം, അപ്പോൾ നിങ്ങൾ നിൽക്കുന്നത് യേശുനാമ ഗ്രൂപ്പിലാണ്. മലയാളി പെന്തക്കോസ്ത് സഭകളിൽ പാടുന്ന പാട്ടുകളൊക്കെ യേശുനാമക്കാരുടെ പാട്ടുകളാണ്. അപ്പോൾ പറയും ഞങ്ങൾ മറ്റു പാട്ടുകൾ പാടുന്നുണ്ട്. ഉദാഹരണത്തിന് പരമപിതാവിന് സ്തുതി പാടാം. ശരിയാണ്, പിതാവിനെ സ്തുതിക്കുന്ന പാട്ട് അത് യഹോവ സാക്ഷിക്കാരുടേതാണ്. യഹോവ ദൈവമാം വിശുദ്ധ ജാതിനാം, അത് യഹോവ സാക്ഷിക്കാരുടെ പാട്ടാണ്. അപ്പൊ താളമൊത്തു വന്നാൽ എന്തും പാടും എന്നുള്ള തരത്തിൽ ദൈവശാസ്ത്ര അവബോധം നഷ്ടപ്പെട്ടു.
അപ്പം അതിൽ ഞാൻ സ്പെസിമെനായിട്ട് എടുത്ത ഒരു പാട്ട്, ആ പാട്ട് ഇങ്ങനെയാണ്: ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. നമുക്കെല്ലാം അറിയാവുന്ന പാട്ടാണ്. അപ്പം ആ പാട്ടിന് എന്നാ കുഴപ്പം? അപ്പം ഇങ്ങനെയൊക്കെ പറയാൻ പോയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഇങ്ങനെയൊന്നും പറയാൻ പോയാൽ ജീവിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനിറങ്ങരുതായിരുന്നു. കാര്യം ഉപദേശങ്ങൾ പലരുടെയും ശരിയല്ലെന്ന് പറഞ്ഞ് രംഗത്ത് വന്ന് ആദ്യം വന്നത് നിങ്ങളാണ്. പെന്തക്കോസ്ത് പ്രചരണ നിമിത്തം അതിൽ വശമതനാവുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അങ്ങനെ പെന്തക്കോസ്ത് ചേരുകയും ചെയ്ത ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മാറിയിട്ടുണ്ട്. നമ്മളെങ്ങനെയെങ്കിലും ആരാധിച്ചാൽ മതി, ഇതിനകത്തൊന്നും വലിയ കാര്യമില്ല എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആരും ഈ വക കാര്യങ്ങൾക്ക് എടുത്ത് ചാടത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ പലതും നഷ്ടപ്പെടുത്തി. പെന്തക്കോസ്തിൽ വന്നപ്പം പല ആളുകളും അവിടെ വന്നുകൊണ്ട് നിർത്തി. പക്ഷെ എന്നെ സംബന്ധിച്ച് പെർഫെക്റ്റ് ആയിരിക്കണം ഉപദേശം. നമ്മളേതായാലും ഉപദേശത്തെ പ്രതി ഇറങ്ങിയത്, അല്ലാതെ രോഗശാന്തി കിട്ടിയിട്ട് ഇറങ്ങിയതോ മുട്ടക്കച്ചവടത്തിൽ നഷ്ടം വന്നപ്പോൾ പൊട്ടിക്കരഞ്ഞിട്ട് പെന്തക്കോസ്തിൽ ചേർന്നൊന്നുമല്ല. ദൈവത്തെ തേടി തന്നെ ഇറങ്ങിയത്. ദൈവശാസ്ത്രം ശരിയായിരിക്കണം. ഇപ്പം യാക്കോബായ സഭയുടെ ദൈവശാസ്ത്രം ശരിയല്ല, ഉപദേശം ശരിയല്ല എന്നുള്ള പ്രചരണത്തിൽ വീണിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം അതേക്കുറിച്ച് ഫർദറായിട്ട് സ്റ്റഡി ചെയ്യും. ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, പെന്തക്കോസ്തുകാരും ഉത്തരം പറഞ്ഞിട്ടില്ല. തുടർന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. ഞാൻ കണ്ടെത്തിയ ബോധ്യങ്ങളാണ് പറയുന്നത്. അപ്പം അതിന് മറുപടി പറയാൻ നിങ്ങൾക്ക് ബാധ്യതയുണ്ട്. പൊതുസമൂഹത്തോട് പറയാൻ, എന്നോട് പറയാൻ ഞാൻ ആരുമല്ല. പക്ഷെ പൊതുസമൂഹത്തോട് പറയുവാൻ ബാധ്യതയുണ്ട്. അപ്പൊ ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഇറ്റ്സ് വെരി ഗുഡ്. പക്ഷേ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ശമരിയക്കാരത്തി സ്ത്രീയോട് യേശുതമ്പുരാൻ സംസാരിക്കുമ്പോൾ പറയുന്നത് 4-ാം അധ്യായം 24-ാം വാക്യം, 4-ാം അധ്യായം 23-ാം വാക്യം: സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. അപ്പൊ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നവരാണ് സത്യനമസ്കാരികൾ, ട്രൂ വർഷിപ്പേഴ്സ്. ട്രൂ വർഷിപ്പേഴ്സ് ആരാണ്? ട്രൂ വർഷിപ്പേഴ്സ് ദോസ് ഹു ആർ വർഷിപ്പ് ഫാദർ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്. അപ്പൊ ഇത് യേശു പറഞ്ഞതാണ്. അപ്പൊ യേശു ഡിഫൈൻ ചെയ്യാണ്, നിർവചിക്കുകയാണ്. യേശുക്രിസ്തു നിർവചിക്കുന്നു, സത്യനമസ്കാരികൾ എന്നാൽ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നവരാണ് സത്യനമസ്കാരികൾ. അപ്പോൾ പെന്തക്കോസ്തുകാർ പാടും, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ, ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ. അപ്പൊ അതിനെയാണ് ഈ തോക്കി കയറി വെടിവെക്കുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഉടയവനെ പിടിച്ചു കെട്ടുക എന്നൊക്കെയുള്ള പ്രയോഗം അതിന് ചേരും. അപ്പൊ യേശുക്രിസ്തു പറയുകയാണ്, സത്യനമസ്കാരികളാണെങ്കിൽ നിങ്ങൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. അപ്പൊ യേശുവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക. കോൺട്രഡിക്ഷൻ ആണോ അല്ലയോ? കോൺട്രഡിക്ഷൻ ആണോ അല്ലയോ? ഒരിക്കലും അല്ല പാസ്റ്ററെ. പാസ്റ്റർക്ക് മനസ്സിലാഞ്ഞിട്ടാണ്. എന്താണ്? അതായത് യേശു എന്ന് പറഞ്ഞാൽ യേശു എന്ന് ഞങ്ങൾ പാടുന്നുണ്ടെങ്കിലും ഞങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നത് പിതാവിനെയാണ്. ദാറ്റ്സ് ഗുഡ്. അപ്പൊ യേശു തന്നെയാണ് പിതാവ്. യെസ്, അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ യേശുനാമ ഉപദേശമാണ്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതിന് വിപരീതമായിട്ടാണ് പാടുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നിർവചനത്തെ അതിലംഘിച്ചുകൊണ്ട് അതിനെ എതിരായിട്ടാണ് നിങ്ങളുടെ ഗാനങ്ങൾ പോകുന്നത്, ആരാധന പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിക്കണം, കർത്താവായ യേശുക്രിസ്തുവും പിതാവും ഒരാളാണെന്ന് നമ്മുടെ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പ് അടക്കമുള്ള
യേശുനാമക്കാരുടെ ഉപദേശത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ പാടുന്നതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നതും നിങ്ങൾ ആരാധിക്കുന്നതും യേശുനാമ ഉപദേശത്തിലാണ്. ഇതാണ് നാളുകളായിട്ട്, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലയാളി പെന്തക്കോസ്തുകാർ യേശുനാമക്കാരാണ്. വണ്ണസ്. അത് നിങ്ങൾക്ക് സമ്മതിക്കാൻ എന്താ ഇത്ര ലജ്ജിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം ഇതാണെന്ന് ഞാൻ പറയുമ്പോൾ അതങ്ങ് അംഗീകരിക്കുന്ന എന്താ കുഴപ്പം? അത് പറ്റത്തില്ല, ഞങ്ങൾ ട്രിനിറ്റേറിയൻസാ. എവിടെ? നിങ്ങൾ എങ്ങനെ ട്രിനിറ്റേറിയൻസ് ആകും? നിങ്ങൾ എങ്ങനെ ട്രിനിറ്റേറിയൻസ് ആകും? ഞാൻ ഒരു മനുഷ്യനോടുമുള്ള ഒരു പകയോ പിണക്കമോ വിരോധമോ വിദ്വേഷമോ നീരസമോ ഒന്നും വെച്ചുകൊണ്ട് പറയുന്നതല്ല. നിഷ്പക്ഷമായിട്ട് മലയാളി പെന്തക്കോസ്ത് വേൾഡിലെ ഓരോ പാസ്റ്റർമാരും ഓരോ വിശ്വാസികളും ഈ സമയം ചിന്തിക്കാൻ തയ്യാറാകണം. പുനർനിർവചിക്കുവാൻ തയ്യാറാകണം. സ്വയം തിരുത്തുവാൻ, കണ്ടെത്തുവാൻ, അതിനൊക്കെയുള്ള ഒരു സമയമാണ്. അപ്പൊ ഇതുകൊണ്ടൊക്കെ എന്നാ കുഴപ്പം? ഇതുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും എങ്ങനെയെങ്കിലും ഒക്കെ പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നല്ലോ. പിന്നെ എന്തിനെ ഇറങ്ങി? എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലും ആയിപ്പോട്ടെ. ഇതങ്ങനെ ആയാലെന്നാ? അപ്പം ഇന്നലെ ഞങ്ങൾ തർക്കിച്ചുകൊണ്ടിരുന്നപ്പോൾ കേട്ടോണ്ടിരുന്ന ആൾ പറഞ്ഞു, അത്ര ആഴത്തിലോട്ടൊക്കെ പോകേണ്ട കാര്യമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. യേശു കർത്താവ് പറഞ്ഞ ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയണം. പൂച്ച മാന്തുന്ന പോലെ മാന്തിയിട്ടല്ല വീട് പണിയേണ്ടി. ആഴത്തിലേക്ക് നീക്കി വല വീശണം. ആഴത്തിലാണ്. കടൽ തീരത്തൂടെ പെറുക്കിയാൽ നമുക്ക് കക്കായെ കിട്ടത്തുള്ളൂ. എന്നാൽ ആഴക്കടലിൽ ചെന്നാൽ മുത്തുകൾ കിട്ടും. ഇപ്പൊ നമ്മൾ ഇറങ്ങിപ്പോണ്ട. നമ്മുടെ പിതാക്കന്മാർ ആഴങ്ങളിലേക്ക് പോയി, വളരെ ആഴങ്ങളിലേക്ക് പോയി. അവിടെ നിന്ന് മുത്തുകൾ എടുത്ത് ആ മുത്തുകൾ കോർത്തിണക്കി നമുക്ക് ദൈവശാസ്ത്രത്തെ സമ്മാനിച്ചു. സെതറാകളായിട്ടും പുർമിയോനുകളായിട്ടും യത്രോകളായിട്ടും കോലോകളായിട്ടും എനിയോനോകളായിട്ടും ലുത്തിനിയകളായിട്ടും എത്രയോ വിധത്തിൽപ്പെട്ട പ്രാർത്ഥനകളായിട്ട് ഇത്ര വ്യക്തമായി നിർവചിക്കപ്പെട്ട് സ്തുതി ചൊവ്വാക്കപ്പെട്ട് പാട്ടുകളും പ്രാർത്ഥനകളും തന്നിരിക്കുക. അപ്പോഴാണ് ഇവിടെ പറയുന്നത്, ആരാധിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നത് ആത്മനാഥൻ യേശുവിനെയാണ് ആരാധിക്കുന്നത്, ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കുന്നത്. അവിടെ പിതാവുമില്ല, പരിശുദ്ധാത്മാവുമില്ല, ആരാധനയാണ്. തുടങ്ങുന്ന തന്നെ പറയണം ആരാധിക്കുന്നേ. അപ്പൊ ആരാധിക്കുന്ന എങ്ങനെയാണ്? ആരെയാണ്? അതിനേക്കാൾ പോപ്പുലർ ആയിട്ടുള്ള, അതിനേക്കാൾ ആരാധനയെ ആരാധിക്കുന്നതായിട്ട് നിർവചിക്കുന്ന ഒരു പാട്ട് മലയാളി പെന്തക്കോസ്ത് ലോകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അറിവിലുള്ള പാട്ട് അതാണ്. അപ്പം യേശുവിനെ ആരാധിക്കുന്നതിൽ കുഴപ്പമില്ല. ആ യേശു തന്നെയാണ് പിതാവെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ യേശു തന്നെയാണ് പിതാവെന്ന് വിശ്വസിക്കുമ്പം അത് യേശുനാമ ഉപദേശമാണ്, അത് ട്രിനിറ്റി അല്ല. ഞാനിതിൻ്റെ വ്യത്യാസം പറയുന്നതേ ഉള്ളൂ. ട്രിനിറ്റേറിയൻ ഫെയ്ത്ത് എന്താണ്, വൺനെസ് ഫെയ്ത്ത് എന്താണ്, ഇത് തമ്മിൽ തിരിച്ചറിയാൻ വേണ്ടി, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുകയാണ്. അല്ലാതെ ആ പാട്ട് പാടുന്ന ആളുകളെല്ലാം കുഴപ്പക്കാരാണെന്നോ, അവരെല്ലാം പാപികളാണെന്നോ, അവരെല്ലാം നരകത്തിൽ പോകുന്നു, ഇതൊന്നുമല്ല ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് അത് എന്താണ്, അങ്ങനെ പാടുമ്പോൾ ഉള്ള ഉപദേശം, ആ ഉപദേശം ആ ഗ്രൂപ്പാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. ഈ ഉപദേശം പറയുന്നത് ഈ ഗ്രൂപ്പാണ്. അത് ഞാനിങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അത് കാറ്റഗറൈസ് ചെയ്ത് ഇങ്ങനെ കാണിക്കുന്നു, അത്രയേ ഉള്ളൂ. അല്ല ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നതല്ല. അപ്പൊ അടുത്ത പറയാണ്, ഞങ്ങളുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് യേശുവാണ്. അടുത്ത പോയിന്റാണ്, ഞങ്ങളുടെ പോയിന്റ് ഓഫ് കോണ്ടാക്ട് യേശുവാണ്. കാരണം ഞങ്ങൾക്ക് യേശുവിനെ അറിയത്തുള്ളൂ. ആ അറിവെന്ന് പറഞ്ഞാൽ നമ്മൾ മാർക്കറ്റിൽ വെച്ച് ഒരാളെ കണ്ടു, പുഞ്ചിരിച്ചു, പരിചയപ്പെട്ടു, അല്ലെങ്കിൽ ഒരു ബസ് യാത്രയിൽ ഒരാളെ കണ്ടു, കേവലമായിട്ട് ഒന്ന് പരിചയപ്പെട്ടു, അങ്ങനെയുള്ളൊരു പരിചയമാണ്. അത് പരിചയമാണ് അറിവ്. പിന്നെ കച്ചവടം മുറ്റത്ത് നിൽക്കുന്ന ബന്ധം. ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നു,
തോമാച്ചനുണ്ടോ? ഞാൻ മുറ്റത്ത് നിന്നപ്പോൾ തോമാച്ചൻ സിറ്റ് ഔട്ടിലോട്ട് ഇറങ്ങി വന്നു. തോമാച്ചനെ കണ്ടു, വർത്തമാനം പറഞ്ഞു. തോമാച്ചനുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ ബിസിനസ്. തോമാച്ചൻ എൻ്റെ കുറച്ച് മീൻ മേടിച്ചായിരുന്നു, എൻ്റെ കാശ് മേടിച്ച് ഞാൻ പോന്നു. അവിടെ അങ്ങോട്ട് തീർന്നു. പക്ഷെ തോമാച്ചൻ്റെ വീടിനകം എങ്ങനെ ഇരിക്കുന്നത്, വീട്ടിനകത്ത് ആരൊക്കെയുണ്ട്, തോമാച്ചൻ എത്ര മക്കളാണ്, ഇതൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഒരു ബിസിനസ് ബന്ധം അല്ലെങ്കിൽ ഒരു കേവല ബന്ധമാണ്, അതൊരറിവല്ല. പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ജീസസ് എന്നാണ് ക്ലെയിം. പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ മുറ്റത്ത് നിൽക്കത്തില്ല, തോമാച്ചൻ സിറ്റ് ഔട്ട് നിൽക്കത്തില്ല. ഞാൻ വന്ന് ഡോറ് തുറന്ന് എന്നെ അകത്തേക്ക് ക്ഷണിക്കും. അകത്തേക്ക് ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആദ്യത്തെ പരിപാടി പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും ഇൻട്രൊഡ്യൂസ് ചെയ്യും. കണ്ടാലും ഞാൻ വാതിൽക്കൽ മുട്ടുന്നു. ഇപ്പൊ ഇവിടെ പുറത്ത് ഞാനല്ല, യേശു പുറത്ത്. ഇപ്പൊ പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ യേശു കർത്താവ് സംസാരിക്കാൻ പോകുന്നത് പിതാവിനെ കുറിച്ചായിരിക്കും. അപ്പൊ പിതാവിനെ നിങ്ങൾക്കറിയത്തില്ല അല്ലെങ്കിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് യേശുവുമായിട്ട് ബന്ധമില്ലെന്നാണ് അർത്ഥം. പിതാവിനുമായിട്ട് ബന്ധമില്ലെങ്കിൽ യേശുവുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നതാകുന്നു നിത്യജീവൻ. അപ്പൊ ആ അറിവിലാണ് നിത്യജീവൻ ഇരിക്കുന്നത്. യേശുവിന്റെ നാമം ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഇടയിൽ രോഗശാന്തികൾ നടക്കുന്നുണ്ട്, ഞങ്ങളുടെ ഇടയിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. ശരിയാണ്. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ പറയുന്നു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് ഞാൻ തീർത്തു പറയും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവീൻ എന്ന് ഞാൻ തീർത്തു പറയും. എന്തോ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ, നിങ്ങൾ എന്നെ അറിഞ്ഞിരുന്നെങ്കിൽ എൻ്റെ പിതാവിനെ ബഹുമാനിക്കുമായിരുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പുത്രന് അവൻ തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പൊ പിതാവിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് പ്രൈമറി ഒബ്ജക്റ്റ്. അപ്പൊ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പിതാവിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. അതാണ് യേശു പറഞ്ഞത്, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കും. ഇപ്പൊ റിലേഷൻഷിപ്പ് എവിടെ പോയി നിൽക്കുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയല്ല, ഞങ്ങള് സ്നാനം നടത്തുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ട്രിനിറ്റേറിയൻസ്. ചില തറവാടുകളിലൊക്കെ ഇങ്ങനെ ഈ കോലായുടെ മൂലയിൽ ഇങ്ങനെ ചാരികസേരെ ചില അപ്പച്ചന്മാരിങ്ങനെ കിടക്കും. വല്ല കല്യാണോ അടിയന്തരം അങ്ങനെയൊക്കെ ഉള്ള വരികയാണെങ്കിൽ ഇദ്ദേഹത്തെ പെട്ടെന്ന് പൊക്കി എഴുതി വെള്ള ഉടുപ്പൊക്കെ ഇടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാ ഫംഗ്ഷന്, ഞങ്ങളുടെ അപ്പച്ചനാന്ന് പറയും. ഇപ്പം എന്ന് പറഞ്ഞതുപോലെ ഒരു സ്നാനം വരുമ്പോഴോ ഒക്കെ ഇങ്ങനെ ഞങ്ങൾ പിതാവും പരിശുദ്ധാത്മാവും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എടുത്തുകൊണ്ട് വരും. ഞങ്ങളുടെ റെഗുലർ വർഷിപ്പിൽ ആ ട്രിനിറ്റിക്ക് സ്ഥാനമില്ല. ഇപ്പൊ ട്രിനിറ്റേറിയൻ റിലേഷൻഷിപ്പ്, ട്രിനിറ്റേറിയൻ ലൈഫ്, ആ ട്രിനിറ്റേറിയൻ ലൈഫിൽ നിന്ന് നിങ്ങൾ പുറത്താണ്. എത്ര സൗഭാഗ്യകരമായ അനുഭവത്തിൽ നിന്നാണ് പുറത്തു പോയത് എന്ന് തിരിച്ചറിയും. അതാണ് ഈ ട്രിനിറ്റിയുടെ ഇമ്പോർട്ടൻസ്. കാരണം യേശു കർത്താവ് വന്നത് ആ ട്രിനിറ്റിയെ വെളിപ്പെടുത്താനാണ്. അതാണ് ദൈവം പണ്ട് ഭാഗമായും അംശമായും വിവിധമായും പ്രവാചകന്മാരിലൂടെ സംസാരിച്ചിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം സംസാരിക്കുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തിരം സംസാരിക്കുന്നു. അതാണ് ഈ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആ ട്രിനിറ്റേറിയൻ
ലൈഫിൻ്റെ ഇമ്പോർട്ടൻസ്, ട്രിനിറ്റേറിയൻ ഡോക്ട്രിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പൊ പല രീതിയിൽ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. പക്ഷെ ആ റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിയുമ്പോൾ ആ വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതാണ് ഇവിടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പം അറിവ് എന്നുള്ളതാണ്. അറിവ്, വിശ്വാസം എന്നുള്ളതല്ല, അറിവാണ്. അറിയുകയാണ്, ദൈവത്തെ അറിയുകയാണ് വേണ്ടത്. പിതാവിനെയും പുത്രനെയും അറിയുകയാണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ക്രിസ്തീയ ജീവിതം. അപ്പം അവിടെയാണ് നിങ്ങൾ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം വായിച്ചുകൊണ്ടിരിക്കുമ്പം അതിനകത്ത് മുഴുവൻ ഡിസ്കസ് ചെയ്യുന്ന അതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ പ്രത്യേകിച്ച് 14, 15, 16, 17 4 അധ്യായം വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 14, 15, 16, 17 ഈ 4 അധ്യായങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഈ 4 അധ്യായങ്ങളിൽ സംസാരിക്കുന്നത് 2 വ്യക്തികളെ കുറിച്ചാണ്. പിതാവിനെ കുറിച്ചും പരിശുദ്ധ റൂഹായെ കുറിച്ചും. അപ്പോൾ പിതാവിനെ കുറിച്ചും പരിശുദ്ധാത്മാവിനെ കുറിച്ചുമാണ് നിരന്തരമായി ഈ 4 അധ്യായങ്ങളിൽ. ബാക്കി ഭാഗങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഈ 4 അധ്യായം തുടർമാനമായിട്ട് സംസാരിക്കുന്നതാണ് ആ റിലേഷൻഷിപ്പ്, ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. അപ്പോൾ ഫാദർ, സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് എന്നുള്ള ആ റിലേഷൻഷിപ്പിലേക്കാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. നമ്മൾ അവിടേക്കാണ് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഒരു ഫാമിലിയിലേക്ക്. ഒരു കുടുംബമാണ് നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മൾ ഇനി ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ അത്രേ സ്വീകരിച്ചിരിക്കുന്നത്. ആ പുത്രസ്വീകാരത്തിന്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷനാണ്. ആ പുത്രസ്വീകാരത്തിന്റെ ആത്മാവ് നമ്മളിൽ വന്നാൽ നമ്മൾ എങ്ങനെയായിരിക്കും ദൈവത്തെ വിളിക്കുന്നത്? അബ്ബാ പിതാവേ. ഓ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന ആത്മാവ് നിങ്ങളുടെ ചർച്ചിൽ, ഞാൻ നിങ്ങളെ ബഹുമാനിച്ച് ചർച്ച എന്ന് പറയുന്നതേ ഉള്ളൂ, നിങ്ങളുടെ ചർച്ചിൽ നിങ്ങൾ എത്ര പ്രാവശ്യം പിതാവേ എന്ന് വിളിക്കുന്നു? ഇന്നലെ ഞായറാഴ്ചയായിരുന്നു. ഇന്നലെ നിങ്ങൾ ചർച്ചിൽ ചെന്നിട്ട് പിതാവേ എന്ന് വിളിച്ചോ? വിളിക്കുന്ന കേട്ടോ? നിങ്ങൾ വിളിച്ചോ? നിങ്ങളുടെ പാസ്റ്റർ വിളിച്ചോ? അവിടെ ആരെങ്കിലും വിളിച്ചോ? ആരെങ്കിലും വിളിച്ചോ? എന്തിന്? യേശു കർത്താവ് പഠിപ്പിച്ചൊരു പ്രാർത്ഥന തന്നെയുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുനാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം അന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടത്തേക്കുള്ളതാകുന്നു. ആമേൻ. അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവ്. അപ്പോ ഈ ആത്മാവിൽ എന്തോ വ്യത്യാസമുണ്ട്. നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിന് എന്തോ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസമുള്ള ആത്മാവിനെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നത്, മറ്റൊരു ആത്മാവ്, അനദർ സ്പിരിറ്റ്. 3 കാര്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ആത്മാവ്, മറ്റൊരു യേശു, മറ്റൊരു സുവിശേഷം, മറ്റൊരാത്മാവ്. ഈ മറ്റൊരാത്മാവ് വന്നു കഴിഞ്ഞാൽ മറ്റൊരു യേശുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഏതാ? പിതാവിനോട് ബന്ധമില്ലാത്ത ഒരു യേശു, പിതാവിൽ നിന്ന് വേറിട്ടൊരു യേശു, പിതാവിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഒരു യേശു, പിതാവിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു യേശു. ഒറ്റയാൻ. എൻ്റെ പിതാവ് എന്നെ ഒരിക്കലും തനിച്ചു വിട്ടിട്ടില്ല. പിതാവ് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഏകനല്ല. അപ്പൊ യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞത് ആ ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പിനെ കുറിച്ചാണ്. കുടുംബം കലക്കികളായ ഇവർ
ട്രിനിറ്റേറിയൻ ഫാമിലിയെ പോലും ഉടച്ചു കളയുകയാണ്. ട്രിനിറ്റേറിയൻ ഫാമിലിയിൽ നിന്നും എന്ത് ചെയ്യാണ്? പുത്രനെ പിടിച്ചു പറിച്ചു മാറ്റിയിട്ട് പുത്രനെ തന്നെ, ആ പുത്രൻ, ആ യേശു, ഈ യേശു അല്ല, അത് അനദർ ജീസസ്. ഞാൻ പറഞ്ഞല്ല, അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ്ലീഹ പറഞ്ഞാണ്, മറ്റൊരു യേശു, മറ്റൊരു യേശു. അപ്പൊ സത്യത്തിന്റെ ആത്മാവ് വന്നു കഴിഞ്ഞാൽ പുത്രനെയും പിതാവിനെയും ആണ് എക്സോൾട്ട് ചെയ്യുന്നത്. ആ റിലേഷൻഷിപ്പിനെയാണ് റിവീൽ ചെയ്യുന്നത്. നമ്മൾ ആ റിലേഷൻഷിപ്പാണ് അറിയുന്നത്. അതാണ് സ്നേഹം. ആ സ്നേഹത്തെയാണ് നിത്യസ്നേഹം എന്ന് പറയുന്നത്. ഇറ്റേണൽ ലവ്. ഇറ്റേണൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് ഈസ് ഇറ്റേണൽ ആൻഡ് ദിസ് ലവ് ഈസ് ഓൾസോ ഇറ്റേണൽ. ഓൺലി ഗോഡ് ഈസ് ഇറ്റേണൽ, ബട്ട് ബൈബിൾ സേസ് ദ ലവ് ഈസ് ഇറ്റേണൽ. The love is eternal and God is eternal and only God is eternal. നമുക്ക് ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റിനെ കൂടെ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ, അതായത് now we go 3 statements. God is eternal, love is eternal, only God is eternal. Then if we want to justify these 3 statements together, പിന്നെ ഒരൊറ്റ പോംവഴിയുള്ളൂ. ആ പോംവഴിയാണ് യോഹന്നാൻ ശ്ലീഹ എഴുതിയത്, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാകും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ പറയാണ്, നിത്യ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു. ഇറ്റേണൽ ലവ്. ദൈവമാണ് നിത്യൻ. ഗോഡ് ഈസ് ഇറ്റേണൽ. ഓൺലി ഗോഡ് ഈസ് ഇറ്റേണൽ. ദൈവം മാത്രമേ നിത്യനുള്ളൂ. അപ്പൊ ഈ ലവ് നിത്യമാണ്. അപ്പൊ ഈ 2 സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ട് വരണമെങ്കിൽ അതിനുവേണ്ടിയുള്ള സൊല്യൂഷനാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞു, ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകുന്നു, നിത്യസ്നേഹമാണ്. ആ സ്നേഹം ഏത് സ്നേഹമാണ്? അതിനുള്ള ഉത്തരമാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവമേ, ഉലകസ്ഥാപനത്തിനു മുമ്പ്, പിതാവേ, ഉലകസ്ഥാപനത്തിനു മുമ്പ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം ഇവരിലാകേണ്ടതിന്. ഏതാണ് ഇറ്റേണൽ ലവ്? ഫാദർ loved the son. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ആ ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പിലെ ലവ്, ദ വെരി എസൻസ് ഓഫ് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമാകും. അപ്പൊ ദൈവം സ്നേഹമാകണമെങ്കിൽ ഈ ദൈവം ട്രിനിറ്റിയാണ്. ട്രിനിറ്റി ആണെങ്കിൽ മാത്രമേ സ്നേഹമാകത്തുള്ളൂ. ആ ട്രിനിറ്റേറിയൻ ഫാമിലിയിലേക്കാണ് നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ട്രിനിറ്റേറിയൻ ഫാമിലിയിലേക്കാണ് നമ്മളെ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്, മറ്റ് ഒരിടത്തേക്കുമല്ല. ഒരു ഇന്ത്യയിലാണെങ്കിലും നിങ്ങൾ അഡോപ്ഷൻ റൂൾസ് പോയി തിരക്കുക. ഒരു സിംഗിൾ വ്യക്തിക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫാമിലിക്കാണ് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. ഫാമിലിക്ക് ഒരു സിംഗിൾ വ്യക്തിക്ക് ഹയർ ചെയ്യാൻ പറ്റും, അഡോപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഹയർ ചെയ്യാം എന്ന് പറഞ്ഞാൽ അടിമയാക്കാൻ പറ്റും. ഏറ്റവും റിലേഷൻഷിപ്പ് അറിയാം, ഒരു സിംഗിൾ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡെഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിമയാണ്. ഇനിയിപ്പം ഞാൻ അടിമയാണ്. അപ്പൊ ഒരു സിംഗിൾ ഗോഡ്, ഒരൊറ്റയാൻ ദൈവത്തിന് അടിമകളെ മാത്രമേ ഉണ്ടാക്കാൻ കഴിയത്തുള്ളൂ. അടിമകൾ. പക്ഷേ നമ്മൾ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം ട്രിനിറ്റിയാണ്. നമ്മൾ ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ സിംഗിൾ ഗോഡ് ആണെങ്കിൽ, മോൺസ്റ്റർ ഗോഡാണ്, ഒരൊറ്റ ദൈവമാണെങ്കിൽ ആ ദൈവത്തിന്റെ അടിമകളാകാനേ പറ്റത്തുള്ളൂ, മക്കളാകാൻ പറ്റത്തില്ല. പക്ഷേ ഇതൊരു ഫാമിലിയാണ്. ഈ ഫാമിലിയിലേക്ക് നമ്മളെ മക്കളും പ്രിയമക്കളുമായിട്ട് അഡോപ്റ്റ് ചെയ്തിരിക്കുകയാണ്. വി ആർ അഡോപ്റ്റഡ്. അതാണ് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ നമുക്ക് പകർന്നത്. എന്നിട്ട് ആ പുത്രനെ എന്ത് ചെയ്യുക? അവൻ നമ്മെ തൻ്റെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. നൗ വി ആർ ഹിസ് ബ്രദറൻ. പുത്രന്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തിയിരിക്കുന്നു. അതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹമാണ് നൽകിയിരിക്കുന്നത്. ആ നമ്മളെ ദൈവമക്കളാക്കി മാറ്റിയ, പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ നൽകിയ
പുത്രനെ തന്നെ നമുക്ക് വേണ്ടി നൽകിയ ആ പിതാവിനെ വർഷിപ്പ് ചെയ്യുന്നുണ്ടോ? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. നൗ ഫാദർ ഗോഡ് ഈസ് എ ഫോർഗോട്ടൻ ഗോഡ്. വിസ്മൃതനായ ദൈവമാണ്. വിസ്മൃതനായ ദൈവം. ഇതാണ് ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തത്. അപ്പം നമ്മുടെ ക്രിസ്തീയ വിശ്വാസം എന്താണെന്നറിയാതെ, ക്രിസ്ത്യാനിറ്റിയുടെ എസൻസ് എന്താണെന്നറിയാതെ ഉപദേശമുണ്ടാക്കുമ്പോഴും പാട്ടുണ്ടാക്കുമ്പോഴും ഇങ്ങനത്തെ പാകപ്പിഴകളും പാളിച്ചകളും ഉണ്ടാകും. അതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഞാനതിനെ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആരോടും പ്രതിയോഗിയോ എതിരാളിയോ അല്ലെങ്കിൽ പോരാളിയോ ഒന്നുമല്ല. എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമോ വെറുപ്പോ ഒന്നുമില്ല. എനിക്ക് മനസ്സിലായ കാര്യം, ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തിപ്പോൾ എത്രയോ ആളുകൾ ഏതെല്ലാം രീതി. അപ്പോൾ എന്നോട് ഒരാൾ, നിങ്ങളിത് പറയുന്നുണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് എന്നോട് പറഞ്ഞാൽ, ലോകത്തെല്ലാവരും ചെയ്യുന്നതിനൊക്കെ അതിൻ്റെതായ പ്രയോജനങ്ങളുണ്ടാവും. ഇപ്പം എൻ്റെ പരിമിതമായ കഴിവുകളിലും സാധ്യതകളിലും ഞാൻ എനിക്ക് കിട്ടിയ ബോധ്യങ്ങളെ ഷെയർ ചെയ്യുകയാണ്. അത് കേൾക്കാൻ താല്പര്യമുള്ളൂ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞാറിന് ലോകത്തുള്ള യഹോസാക്ഷിക്കാരെല്ലാം കൂടെ അവരുടെ ഹാളെല്ലാം, രാജ്യസഭാ ഹാളുകളെല്ലാം കൂടെ അടച്ചുപൂട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനത്തെ ഉദ്ദേശം എനിക്കില്ല. അപ്പം യേശുനാമക്കാരായ പെന്തക്കോസ്തുകാരെല്ലാം ഇനിയിപ്പോൾ യേശുനാമ പാട്ട് പാടുന്ന നിർത്തും, അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാനിതിനെ കമ്പയർ ചെയ്യാണ്. ഇതങ്ങനെയാണ്, അതിങ്ങനെയാണ്. ബിഹോൾഡ് വാട്ട് മാനർ ഓഫ് ലവ് ദ ഫാദർ ഹാസ് ഗിവൺ അൺടു us. അപ്പോൾ ശരിക്കും ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ മനസ്സിലാക്കുന്നവർ, അതാണ് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞ് ആ അറിവിലേക്ക് നടക്കുന്നവർ. വിശ്വാസത്തെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അറിവാണ് ജീവൻ. ഏകസത്യദൈവമായ നിന്നെയും ഏകസത്യദൈവമായ നിന്നിലും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിലും വിശ്വസിക്കുന്നതാണ് നിത്യജീവൻ. ആണോ? അങ്ങനെയാണോ യേശു പറഞ്ഞത്? അല്ല. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ് നിത്യജീവൻ. അഭിലാഷ് CA ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു. അഭിലാഷ് CA ആയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ലൈവ് ഷെയർ ചെയ്തിരുന്നതാണ്. നിങ്ങൾ കണ്ടത്. അത് തീരെ നെറ്റില്ല, അത് ക്ലിയർ ആകത്തില്ല. എപ്പോഴും ഇങ്ങനെ പൊട്ടി പൊക്കോണ്ടിരിക്കും. വളരെ അവ്യക്തമാണ്. അതുകൊണ്ടാണ് ലൈവ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. നെറ്റിന് സ്ട്രെങ്ത് ഇല്ല അവിടെ. അപ്പോൾ അറിയുന്നതാണ്, അല്ലാതെ വിശ്വസിക്കുന്നതല്ല. രണ്ട് നിലവാരമാണ്. നിത്യജീവൻ ഒരു അറിവാണ്, ടു നോ ഗോഡ്. അപ്പോൾ യേശുക്രിസ്തു തന്നിലേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്ത് ആ ഡോറുകളെ തുറന്നു തന്ന് ആ റെവലേഷൻസിൻ്റെ തലങ്ങളിലൂടെ നമ്മളെ അകത്തേക്ക് കൊണ്ടുപോകും. പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പരിചയപ്പെടുത്തും. തൻ്റെ ഹോളി മിസ്റ്ററീസ്, ആ ഹോളി മിസ്റ്ററീസിലൂടെ നമ്മൾ സഞ്ചരിക്കും. അപ്പം ഇത് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സുറിയാനി സഭയുടെ വിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പം അതിൽ നമ്മൾ വെറുതെ എടറിയിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ പിണങ്ങിയിട്ട്, കാരണം ഞാൻ നിങ്ങൾക്ക് എതിരായിട്ടൊന്നും പറഞ്ഞില്ല. കാരണം നിങ്ങൾ പറയുന്നത് യേശുനാമത്തിൻ്റെ വിശ്വാസമാണ്, അത് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. യേശുനാമത്തിൻ്റെ വിശ്വാസമാണ്, അത് തെളിവ് സഹിതം പറയുകയാണ്. അതല്ലെങ്കിൽ അല്ലെന്ന് തെളിയിക്കണം. ഒരിക്കലും നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല.
അതാണ് നമ്മൾ പറയുന്നത് രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ. അപ്പം ഇതൊരു രഹസ്യമാണ്. രഹസ്യം രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. അപ്പം ആ സ്വന്തം വീട്ടുകാർ, നാം ദൈവത്തിന്റെ ഭവനക്കാർ. അപ്പൊ ആ ഒരു വീട്ടുകാരാകുമ്പോൾ വെൻ വി ബിലോങ് ടു ദാറ്റ് ഹൗസ് ഹോൾഡ്, നമുക്ക് ഫാദറിനെ അറിയാം, ഹോളി സ്പിരിറ്റിനെ അറിയാം, സണ്ണിനെ അറിയാം. അപ്പോൾ വർഷിപ്പ് എന്തായിരിക്കും? ട്രിനിറ്റേറിയനായിരിക്കും. എന്നാൽ ആ രഹസ്യത്തിൽ പങ്കാളികളാകാത്ത പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ആകെ ഈ സണ്ണിനെ മാത്രമേ അറിയാത്തുള്ളൂ. കാരണം ആ സണ്ണിനെ പരസ്യമായ കാഴ്ചയാക്കി നിർത്തിയിരിക്കുന്നു. അപ്പൊ അവർ സൺ വർഷിപ്പേഴ്സാണ്. അപ്പൊ അവിടെയാണ് മുറ്റത്ത് നിൽക്കുക, കൂലി മേടിക്കുക, വീട്ടിൽ പോകുക. അപ്പം കൂലിക്കാരുണ്ട്, കൂലിക്കാര് ഹയർഡ് സെർവൻസ്. പിന്നെ ദാസന്മാരുണ്ട്, സെർവൻസ്, പുത്രന്മാരുണ്ട്. അപ്പം 3 ഗ്രൂപ്പുണ്ട്. നിങ്ങൾ ആ ധൂർത്തനായ പുത്രന്റെ കഥ യേശു പറയുമ്പം 3 ഗ്രൂപ്പിനെ കാണാം. കൂലിക്കാരിലൊരുത്തനെ പോലെ ആക്കണമേ എന്ന് പറയുന്നുണ്ട്. കൂലിക്കാരെന്ന് പറഞ്ഞാൽ ദിവസക്കൂലിയ, ഹയർഡ് സെർവൻസ്. അവിടെ പ്രത്യേകിച്ച് റോളിലൊന്നും പേരില്ല, അവകാശങ്ങളൊന്നുമില്ല, ആനുകൂല്യങ്ങളില്ല, പ്രൊവിഡന്റ് ഫണ്ട് ഇല്ല, ഗ്രാറ്റുവിറ്റി ഇല്ല, പെൻഷൻ ഇല്ല, ഒന്നുമില്ല. അന്ന് ജോലി ചെയ്യുന്നതിന് അന്ന് കൂലി കിട്ടും. ഒരു തൊഴിലുറപ്പ് പദ്ധതി പോലെ ഇരിക്കും. അപ്പൊ ആ ഒരു തൊഴിലുറപ്പ് പദ്ധതി പോലത്തെ സ്കീമിൽ ദൈവത്തോട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്ക് യേശുവിനെ മാത്രമേ പരിചയമുള്ളൂ. യേശുവിനെ കാണുന്നു, എന്തെങ്കിലും പ്രൈസ് ചെയ്യുന്നു, പ്രതിഫലം വാങ്ങുന്നു, പോകുന്നു, കൂലി വാങ്ങുന്നു, പോകുന്നു. കൂലി അവന്റെ കയ്യിലും പ്രതിഫലം അവന്റെ പക്കലുമാണ്. കൂലി എന്ന് പറഞ്ഞാൽ കയ്യിൽ അന്നേരം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. ദിവസക്കൂലിക്കാരാണ്. പക്ഷേ സ്ഥിരം ജോലിക്കാരുണ്ട്, അവിടെ സ്ഥിരം ജീവനക്കാരുണ്ട്. അവർക്ക് ഡെയിലി കൂലിയൊന്നും കിട്ടത്തില്ല. പക്ഷെ അവർക്കെല്ലാം ആനുകൂല്യമുണ്ട്, ശമ്പളമുണ്ട്. അങ്ങനെയാണ്. അവരാ കൂലിക്കാരും ദാസന്മാരും തമ്മിലും വ്യത്യാസമുണ്ട്. അപ്പൊ കൂലിക്കാരുണ്ട്, ദാസന്മാരുണ്ട്, എന്നാൽ പുത്രന്മാരുണ്ട്. പുത്രന്മാർ അവരകത്താണ്. അവരറിയുന്നത് ഭവനത്തിന്റെ അകത്താണ്. ആ ഭവനത്തിന്റെ അകത്തുള്ള രഹസ്യങ്ങളിൽ അവർക്ക് പങ്കാളിത്തമുണ്ട്. ആ ഭവനത്തിന്റെ അകത്തുള്ള രഹസ്യങ്ങളിൽ അവർക്ക് പങ്കാളിത്തമുണ്ട്. അതാണ് പുത്രത്വം. അതാണ് പുത്രസ്വീകാരത്തിന്റെ ആത്മാവ്. അബ്ബാ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആത്മാവ്. ആ ആത്മാവിനെ പ്രാപിച്ചവരാണ് ട്രിനിറ്റേറിയൻ വർഷിപ്പ് നടത്തുന്നത്. അതുകൊണ്ടാണ് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്ന് പറഞ്ഞ് തുടങ്ങുമ്പം തീരുന്നവരെയും നിരന്തരമായി പിതാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. നിരന്തരമായി പിതാവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ നിർത്തിയിട്ട് നിങ്ങളുടെ മനസാക്ഷിയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇന്നലെ ഞായറാഴ്ചയായിരുന്നല്ലോ. നിങ്ങളെല്ലാം ഓരോരോ സ്ഥലങ്ങളിൽ ആരാധനയ്ക്ക് പോയി. നിങ്ങൾ പോയ ആ ഗ്രൂപ്പോ പള്ളിയോ പിന്നെ ചർച്ചോ എന്തെങ്കിലും ആട്ടെ, നിങ്ങളവിടെ പോയി ഇന്നലെ മിനിമം 2 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. ഒരു പ്രാവശ്യമെങ്കിലും പിതാവിനെ ആരാധിച്ചോ? യേശു പറയുന്നു ട്രൂ വർഷിപ്പേഴ്സ് പിതാവിനെ ആരാധിക്കുന്നവരാണ് ട്രൂ വർഷിപ്പേഴ്സ്. ഡിഡ് യു വർഷിപ്പ് ഫാദർ ഇൻ സ്പിരിറ്റ് ആൻഡ് ട്രൂത്ത്? ഡിഡ് യു ഷെയർ ഹിസ് ഹോളി മിസ്റ്ററീസ്? അവന്റെ ആ രഹസ്യത്തിൽ നിങ്ങൾ പങ്കാളികളായോ? അതാണ് ചോദ്യം. രഹസ്യം രഹസ്യം കൽപ്പിച്ചീശൻ, രഹസ്യമെനിക്കും എൻ വീട്ടാർക്കും, സ്വർഗീയനായ മണവാളാതെ സ്തുതിയെന്ന് ഞങ്ങൾ ഘോഷിക്കുന്നു. മൃതിയെ കെടുത്തി താതാവിനു പ്രാണൻ കൊടുത്ത ഗാത്രവുമിതുതാൻ. സമുദ്രോദരത്തെ ബലത്താൽ പകുത്ത് അടിത്തട്ടിൽ
രഹസ്യമാണ്. അപ്പൊ ആ രഹസ്യത്തിലേക്കാണ് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ദാസന്മാരായിട്ടോ കൂലിക്കാരായിട്ടോ കാണുന്നില്ല. പക്ഷെ നമ്മളെ തന്നെ അങ്ങനെ കണ്ടാൽ എന്ത് ചെയ്യും? നമ്മൾ യേശു കർത്താവിനെ ആരാധിക്കും. യെസ്, ഞങ്ങൾക്ക് യേശുവിനെ മാത്രമേ അറിയത്തുള്ളൂ. ഐ ഹാവ് നോ ഒബ്ജക്ഷൻ. ഞങ്ങൾ ദാസന്മാരാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങൾ അവന്റെ ഭവനക്കാരാണ്. വി ബിലോങ് ടു ദിസ് ഹൗസ് ഹോൾഡ്. ആ ഹൗസ് ഹോൾഡിലുള്ളതാണ് രഹസ്യം. രഹസ്യം ഉടയോനരുളി, രഹസ്യം എനിക്കും എൻ വീട്ടുകാർക്കും. നമ്മൾ ആ വീട്ടുകാരാണോ, ആ ഭവനക്കാരാണോ? ആ ഭവനക്കാരല്ലാത്ത ആളുകൾക്ക് ഈ പുള്ളി ഒരു ചേട്ടനായിട്ട് അറിയത്തുള്ളൂ. എപ്പോഴും ആ കവല വഴി നടക്കുന്ന ചേട്ടൻ, പേര് തന്നെ കഷ്ടിച്ചറിയാണ്. പക്ഷെ ചേട്ടൻ്റെ അരയിൽ ഇഷ്ടം പോലെ കാശുണ്ട്. കമ്പനി അടിച്ചാൽ ചായ മേടിച്ചു തരും, ബോണ്ട മേടിച്ചു തരും, അല്ലേ, ഉണ്ടംപരി മേടിച്ച്. ഇപ്പൊ ഉണ്ടംപരി കിട്ടാനൊക്കെ ചേട്ടനെ കമ്പനി അടിച്ചിങ്ങനെ. പക്ഷെ ചേട്ടന്റെ വീട് എവിടെയാ? ചേട്ടന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേട്ടന്റെ മക്കൾ എത്ര പേരാ? വാ, ഇത്രയൊക്കെ അറിഞ്ഞാൽ പോരെ? ചേട്ടനെ സോപ്പിട്ടാൽ ഉണ്ടംപരി കിട്ടും. ആ സ്പിരിച്വാലിറ്റിയാണ്. അപ്പൊ ചേട്ടനെ സോപ്പിട്ടാൽ ഉണ്ടംപരി കിട്ടും എന്നുള്ള ഒരു സ്പിരിച്വാലിറ്റി. നാണമില്ലേ ആ സ്പിരിച്വാലിറ്റി കൊണ്ടിറങ്ങാൻ? ആ സ്പിരിച്വാലിറ്റി അല്ലേ നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് തൽക്കാലം യേശുവിനെ അറിഞ്ഞാൽ പോരെ? യേശുവിന്റെ നാമത്തിൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ. അതാണ് യേശു പറഞ്ഞത്, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ ഞങ്ങൾ വല്ലാതെ അങ്ങ് പ്രവചിച്ചു. അനീതി പ്രവർത്തിച്ചവരെ പോകുവീൻ, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. നിങ്ങൾ ട്രിനിറ്റേറിയൻ വർഷിപ്പ് അല്ല നടത്തുന്നതെങ്കിൽ കർത്താവുമായിട്ട് ബന്ധമില്ലെന്നാണ് ഞാൻ ഈ സിമ്പിളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, ഞാൻ എൻ്റെ ബോധ്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് പുത്രനുമായിട്ട് പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഏറ്റവും വലിയ അവകാശവാദമാണ് യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം. യേശുക്രിസ്തുവുമായിട്ട് ഞാൻ വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ്, യേശുക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ ആ വ്യക്തിപരമായ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്ന മോമെന്റിൽ യേശു നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തൻ്റെ പിതാവിനെ ആയിരിക്കും. അപ്പൊ പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായിട്ടുള്ള ആ ട്രിനിറ്റേറിയൻ ഫാമിലി, ആ ഇറ്റേണൽ ലവ്, ഗോഡ് ഈസ് ലവ്, ആ ലവ് ഫെലോഷിപ്പിലേക്ക്, ആ ലവ് റിലേഷൻഷിപ്പിലേക്ക് നമ്മളെ അങ്ങ് വലിച്ചെടുക്കുകയാണ്. അതാണ് ആ സ്നേഹബന്ധം, ആ കൂട്ടായ്മ. ആ കൂട്ടായ്മയെ അനുഭവിച്ച് ആസ്വദിച്ച് അറിയുന്നത് അതാണ് നിത്യജീവൻ. അതാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞ ഏകസത്യദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നതാണ്. അറിയുന്നത് ഏതുവഴിയാണ്? പരിശുദ്ധ റൂഹ വഴിയാണ് അറിയുന്നത്. കാരണം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധ റൂഹ മുഖാന്തരം വർഷിക്കപ്പെട്ടിരിക്കുന്നു. റോമാലേഖനം 5:5. അപ്പൊ റോമാലേഖനം 5:5 പറയുന്നതാ, ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കപ്പെടുന്നു പരിശുദ്ധാത്മാവിലൂടെ. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിലൂടെ വർഷിക്കപ്പെടുമ്പോൾ നമ്മൾ ആരെയാണ് അറിയുന്നത്? പിതാവിനെയും പുത്രനെയും. കാരണം പിതാവും പുത്രനും തമ്മിലുള്ള ആ സ്നേഹമാണ് ഇറ്റേണൽ ലവ്. പിതാവ് പുത്രനെ സ്നേഹിച്ച ആ സ്നേഹം എന്താണെന്ന്, അതിൻ്റെ ആഴം എന്താണെന്ന്, അതിൻ്റെ അളവില്ലാത്ത വലിപ്പം എന്താണെന്ന്, അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്താണെന്ന് ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പകരുകയാണ്. അവിടെയാണ് നമ്മൾ ആ ട്രിനിറ്റേറിയൻ ഫെലോഷിപ്പിനെ മനസ്സിലാക്കുന്നത്. അതാണ് ഇറ്റേണൽ ലൈഫ്, അതാണ് നിത്യജീവൻ. ഞാനല്ല ഇത് പറഞ്ഞത്, കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്. ഇതാണ് ക്രിസ്ത്യാനിറ്റി. അതിനൊപ്പിച്ച് നമ്മൾ ഫാൻസ് അസോസിയേഷൻ, ഇപ്പൊ യേശുക്രിസ്തു ചെയ്ത വീര്യപ്രവൃത്തികളും ഈ സുവിശേഷവും ഒക്കെ വായിക്കുമ്പോൾ ഫാൻസാണ്. യേശുവിന് ഫാൻസ് ഉണ്ടായി, യേശുവിനെ പറ്റി പാട്ട് എഴുതുന്നു, യേശുവിനെ സ്തുതിക്കുന്നു, യേശുവിനെ പുകഴ്ത്തുന്നു. അതൊരു അറിവിലേക്ക് വരുന്നല്ല, അറിവിലേക്ക് വരുന്നത് എൻറ്റയർലി ഡിഫറൻ്റ് ആണ്. ഇപ്പം മോഹൻലാലിന്റെ ഫാൻസ് അസോസിയേഷൻ പെട്ടവർക്കൊന്നും
മോഹൻലാലിൻ്റെ ഫാമിലി എവിടെയാണെന്നും അറിയത്തില്ല. ചിലർക്കൊക്കെ പേരുകളൊക്കെ ചിലപ്പോൾ അറിയാം. പക്ഷെ അവരെ സംബന്ധിച്ച് അവരെപ്പോഴും മോഹൻലാൽ 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 അല്ലെ ലാലേട്ടൻ അങ്ങനെയൊക്കെ പറയത്തുള്ളൂ. അവരൊരിക്കലും മോഹൻലാലിൻ്റെ ഭാര്യ സുചിത്രയെക്കുറിച്ചൊന്നും ബോധേഡല്ല, അല്ലെ മകനെക്കുറിച്ചോ മകളെക്കുറിച്ചൊന്നും ബോധേഡല്ല, അവെയറല്ല. ചിലപ്പോൾ അറിയായിരിക്കും, ചോദിച്ചാൽ ചിലപ്പോൾ പേര് പറയുമായിരിക്കും. അപ്പം ഇവിടെ യേശു യേശു എന്ന് പറയുന്നത് നിങ്ങളൊരു ഫാൻസ് അസോസിയേഷനാണ്. യു ആർ എ ഫാൻ. അപ്പം ഞാനൊരു ഫാൻ മാത്രമാണ്. അങ്ങനെ ഫാൻസ് വർഷിപ്പ് ചെയ്യുന്ന, അതാണ് വണ്ണസ് തിയോളജി. വണ്ണസ്, ആ വണ്ണസ് തിയോളജി നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന യേശുനാമക്കാർ എന്നാണ്. ആ യേശുനാമക്കാരാണെന്ന് പറയുമ്പം എന്തോ കുറച്ചിൽ പോലെ അതിന് എന്നെ ചാടിക്കടിക്കാൻ വരിക, എന്നോട് ക്ഷുഭിതരാകുക, ഇതിനൊന്നും അർത്ഥമില്ല. ഞാനൊരു പാവപ്പെട്ടവനാണ്, വളരെ പാവപ്പെട്ടവൻ. ഞാൻ ഈ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ്, ഇനി ഇങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് തെളിയിക്കാമെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. ഇതാണ് ഇതിൻ്റെ വാസ്തവം. പക്ഷേ ഇതിനകത്ത് വീണുപോയവർ സത്യാരാധന നടത്തിക്കൊണ്ടിരുന്നവരാണ്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് പറഞ്ഞ് നമ്മൾ ട്രിനിറ്റിയെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നവർ, അവരാണ് ഇതിലേക്ക് വീണുപോയത്. അപ്പം ആ റിലേഷൻഷിപ്പിലേക്ക്, ആ ലവ് ഫെലോഷിപ്പിലേക്ക്, അവിടേക്കാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. ഒരു വലിയ വിരുന്നിലേക്കാണ്, തൻ്റെ ഫാമിലിയിലേക്കാണ്. നമ്മൾ അഡോപ്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു, നമ്മൾ റിക്രൂട്ട് ചെയ്യപ്പെടുക അല്ലായിരുന്നു. അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ റിക്രൂട്ട് ചെയ്യപ്പെട്ടു, ഹയർ ചെയ്യപ്പെട്ടു. ഹയർ ചെയ്യപ്പെട്ടത് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്പോൾ വെസ്റ്റേൺ തിയോളജിയിൽ നടക്കുന്നത് റിക്രൂട്ട്മെൻ്റ് ആണ്. പക്ഷേ ഈസ്റ്റേൺ തിയോളജിയിൽ നടക്കുന്നത് അഡോപ്ഷനാണ്. ഐ ആം അഡോപ്റ്റ്. നിങ്ങൾക്ക് പറയാം ഐ ആം റിക്രൂട്ടഡ്, ഐ ഹാവ് എ കമാൻഡർ, ഐ ഹാവ് ടു ഒബേ ഹിസ് ഓർഡേഴ്സ്. മനസ്സിലായോ? I am accountable to him only. I am answerable to him only. I know him only. He is my point of contact. Yes. I admit you are recruited. അവിടെയാണ് നടുക്കത്തോടെ നിങ്ങളൊരു സത്യം മനസ്സിലാക്കേണ്ടത്. You have only one point of contact. You have only one point of contact. That means you are a recruited servant. You are a slave. You are recruited. Yes. പക്ഷേ നിങ്ങളൊരു പുത്രനാണെങ്കിൽ, if you are an adopted son, if you are an adopted daughter in this household, നിങ്ങൾക്ക് എല്ലാവരെയും അറിയാം, നിങ്ങൾ സ്വതന്ത്രനാണ്. Am I recruited or am I adopted? നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഞാൻ റിക്രൂട്ടഡ് ആണോ, ഞാൻ അഡോപ്റ്റഡ് ആണോ? ആ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നിങ്ങൾ സ്വയം ചിന്തിക്കുക, ഞാൻ റിക്രൂട്ടഡ് ആണോ, ഞാൻ അഡോപ്റ്റഡ് ആണോ? ആം ഐ റിക്രൂട്ടഡ് ഓർ ആം ഐ അഡോപ്റ്റഡ്? ഞാൻ റിക്രൂട്ടഡ് ആണോ, ഞാൻ അഡോപ്റ്റഡ് ആണോ? നമുക്ക് സ്വയം ചിന്തിക്കാം, ഞാൻ റിക്രൂട്ടഡ് ആണോ, ഞാൻ അഡോപ്റ്റഡ് ആണോ? അഡോപ്റ്റഡ് ആണെങ്കിൽ I know the Father, Son and Holy Spirit. I know that love. I experience that love. I enjoy that fellowship. So let us worship Father, Son and Holy Spirit in a Trinitarian way. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. Amen. Thank you for watching. May God bless you. Thank you.